നമസ്തേ ട്ടാ. നമസ്തേ, ഇരിക്കൂ. ഓ, ഞാൻ വസുന്ധര ദേവി. കാണാതായ മകളെ തേടി വന്ന ഒരമ്മയാണ് ഞാൻ. എൻ്റെ മകൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞു. തരുമോ? തിലോത്തമ? ഇവിടെ കിട്ടിയ കുട്ടിയുടെ പേര് തിലോത്തമ എന്നാ? അതെ. എങ്കിൽ ആ തിലോത്തമ എൻ്റെ മകളാ. സിസ്റ്റർ, തിലോത്തമ വിളിക്കൂ. പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ അവളെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയിക്കോട്ടെ. മകൾ നഷ്ടപ്പെട്ട ദുഃഖത്തിൽ അവളുടെ അച്ഛൻ കുടിച്ചു ബോധമില്ലാതെ അന്ന് വീണതാ. പിന്നീട് ഇതുവരെ എഴുന്നേറ്റിട്ടില്ലേ? ഞാനിവിടെ വരുന്നത് വരെ എഴുന്നേറ്റിട്ടില്ല. ഇനി ഇപ്പൊ എഴുന്നേറ്റിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പോയി നോക്കണം. അത് വേണ്ട. ബോധം വരുമ്പോ പിന്നെയും കുടിക്കും. അപ്പൊ ബോധം കെടും. അങ്ങനെ അങ്ങനെ ബോധം വരിക, കെടുക, വരിക, കെടുക. ജീസസ്, അതാരാ? ഇത് ഏതാ ഈ അമ്മയും കുഞ്ഞും? അപ്പൊ ഇതല്ലേ നിങ്ങളുടെ മോള്? അല്ലാന്ന് ആരാ പറഞ്ഞേ? ഇത് തന്നെയാ. മുണ്ടും നേരിയതും എടുത്ത് അമ്പലത്തിൽ പോയതല്ലേ എന്റെ മോള്. ഈ കോലത്തിൽ കണ്ടപ്പോ മുഖച്ചായ തന്നെ അങ്ങോട്ട് മാറി. എന്റെ മോളെ, നിന്നെ കാണാതെ നിന്റെ അച്ഛൻ ബ്രാൻഡി കുടിച്ച് പ്രാന്ത് പിടിച്ചിരിക്കുക. വാ, നമുക്ക് പോവാം. കുട്ടിപ്പിശാശ് മുടിയുമേന്ന് വിടാൻ. അല്ലെങ്കിൽ വിവരറിയും. ചവിട്ടി കൂട്ടും ഞാൻ. അടിക്കടി തള്ളയുടെ മോന്തി കിട്ടുന്നു. ഈശ്വര, ഇതേതാ ഈ കുട്ടി? സിസ്റ്ററിന്റെ? എന്റെ മോളാ ടിങ്കു. നിങ്ങൾക്കറിയില്ലേ കൊച്ചിനെ? വീട്ടിൽ നിന്ന് പോരുമ്പോ ഇതൊന്നും ഇല്ലായിരുന്നു. ആട്ടെ, ഈ കുട്ടിയുടെ തന്ത ആരാന്നറിയോ? തന്തയില്ലാത്തവളാ എന്റെ മോള്. ഹാവൂ, നീ നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം കാത്തു. സിസ്റ്റർ, ഇനി ഞങ്ങൾ പോട്ടെ. മാഡം, ഒന്നിങ്ങി വരൂ. വല്ലാണ്ട് അടുത്തേക്ക് വരണോ? വരൂ. ദേ വരുന്നു കേട്ടോ. ആ കുട്ടിയുടെ മാനസിക നില തകരാറിലായിരുന്നോ? ഇല്ലെന്ന് എന്റെ ഓർമ്മ അല്ലേ? എങ്കിൽ ഇപ്പൊ നോർമൽ അല്ല. അതാ സ്വന്തം അമ്മയെ പോലും ആ കുട്ടി തിരിച്ചറിയാഞ്ഞ്. എന്തായാലും മാഡം ഇന്നിവിടെ താമസിച്ചോളൂ. ബാക്കിയെല്ലാം നാളെ പോലീസ് എത്തിയിട്ട് തീരുമാനിക്കാം. പോലീസാ? അതിന് ഞാൻ... പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാ ഇത്. അവരുടെ സാന്നിധ്യത്തിലെ ഇനി കൈമാറാൻ പറ്റൂ. അപ്പൊ പോലീസ് വരണേല് മുമ്പ് അവളെ കൊണ്ടുപോകണല്ലോ. എന്താ ആലോചിക്കണേ? എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എവിടെ എന്റെ റൂം? ഇവിടെ ഇപ്പോ മുറി ഒഴിവില്ല. തൽക്കാലം എന്റെ കൂടെ കഴിയാം. സിസ്റ്ററിന്റെ കൂടെയാ? അതെ. എന്താ, ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, ബുദ്ധിമുട്ടൊന്നുമില്ല. സിസ്റ്ററെ, കുരിശ് വരച്ച് കിടന്നോളൂ കേട്ടോ. അവനവൻ തന്നെ അവനവനെ കൺട്രോൾ ചെയ്യേണ്ടത്. ഇനി 5-6 മണിക്കൂറല്ലേ ഉള്ളൂ. ഒരു കാലിച്ചായ കുടിക്കാൻ വല്ല വകുപ്പുണ്ടോടാ? അവസാനമായിട്ട് ഒരു 5 രൂപ ചേട്ടാ, ഒരു ടൂറ്റി. ഫ്രൂട്ടിയാ? അതും ഈ തണുപ്പത്ത്. എടോ ടൂറ്റി, 2 ചായ. നിങ്ങൾ എവിടെ വെച്ച് കണ്ടിട്ടുള്ള പോലെ? അന്ന ഊട്ടി ബസ്സിന് വട്ടം ചാടിയ ആളല്ലേ? അപ്പൊ മലയാളിയാ? അതെ. ഊട്ടിയിൽ എന്തൊരു പണി? ഞങ്ങൾക്ക് ഒരു പണിയില്ല ചേട്ടാ. ഞാൻ പോണു. അയ്യോ ചേട്ടാ, ഞങ്ങളൊരു പിച്ചക്കാരായി കാണരുത് ചേട്ടാ. പറഞ്ഞ നന്നായി, ഇനി എങ്ങനെ കാണില്ല. 1 ലക്ഷം രൂപയായിട്ട് ഊട്ടി വന്നവരാ. ഇപ്പൊ എല്ലാം പോയി. എന്ത് പറ്റി? കാശി വെച്ചിരുന്ന പെട്ടി ഏതൊരു പട്ടി അടിച്ചിട്ട് പോയി. പട്ടിയുടെ നിറം? പെട്ടിയുടെ നിറം ബ്രൗൺ. 009 ആണോ നിങ്ങളുടെ പെട്ടിയുടെ നമ്പർ? നിങ്ങളുടെ പെട്ടി അടിച്ചോണ്ട് പട്ടി എനിക്കറിയാം. വാ, ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇവിടെ എവിടെയോ കാണണം. ആ നിൽക്കുന്നവനാണ് നിങ്ങളുടെ 009 പെട്ടി കെട്ട കള്ളൻ. അദ്ദേഹോ കാട്ട് കള്ളനാ. അടിക്കുവനെ. ആപത്ത് സമയത്ത് ഞങ്ങളെ സഹായിച്ച പുണ്യാത്മാവാണ് അദ്ദേഹം. അങ്ങനെ തല്ലാൻ പറഞ്ഞ തന്നെ ഞങ്ങൾ ഈശ്വര, യുമാരെല്ലാം അറിഞ്ഞു. ആ തെണ്ടി ഇതെല്ലാം പറഞ്ഞു കൊടുത്തു കാണും. നമ്മുടെ ജോലിക്കാരി ശരിയാ. പോയി അങ്ങോട്ടോ. ഓ, രക്ഷപ്പെട്ട്. ഒറ്റ ദിവസം കൊണ്ട് നീ ലക്ഷങ്ങൾ ഉണ്ടാക്കുന്ന പണി ഞാൻ കണ്ടുപിടിച്ചടാ. എടാ, 009 ബ്രൗൺ പെട്ടിക്കളാ. നിന്നെ ഞാൻ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും. SI നിന്നെ എടുത്തിട്ട് പൂശുമ്പോ നീ മാക് മാക് എന്ന് വിളിക്കുന്നത് എനിക്ക് കേൾക്കണം, കണ്ടുൽക്ക കാണണം. പോലീസ് സ്റ്റേഷൻ. സഹായിക്കണം. ഇല്ല, ഞാൻ നിന്റെ കൂട്ടുകാരനല്ലേ? നമുക്ക് ഷെയർ ചെയ്യാം. നിനക്ക് വേണമെങ്കിൽ 1000-1500 ചോദിച്ചാൽ തരാം. പോലീസ് സ്റ്റേഷൻ. 10,000. പോലീസ് സ്റ്റേഷൻ. 25,000. പോലീസ് സ്റ്റേഷൻ. നീ പറയുന്നത്
60 എനിക്ക് 40 നിനക്ക്. ഒരു 10 കുറച്ച്. 10 പൈസ കുറക്കില്ല. ശരി സമ്മതിച്ചു. നീ ഇന്നേ വരെ വാങ്ങിച്ച കാശ് 60 കൂടുതൽ വരും. അത് ഇതിന്ന് കുറച്ചൊക്കെ. അക്കാര്യോട് പറയണ്ട. നിന്റെ എന്ത് കാശ് വാങ്ങിച്ച അന്ന് ഞാൻ തീരുമാനിച്ചതാ തിരിച്ചു തരില്ലെന്ന്. ആര്? ഞാൻ. നീ ഈ കാര്യം പറ. എനിക്കൊന്ന് ആലോചിക്കണം. പോലീസ് സ്റ്റേഷൻ. പോലീസ് സ്റ്റേഷൻ. സമ്മതിച്ചു. പക്ഷെ ഒരു കാര്യം, നമ്മൾ ഇന്ന് മുതൽ ക്ലോസ്. ഫിലോമിനയുടെ റൂം ഏതാ? തിലോത്തമയുടെ റൂം ഏതാ? 210. 58 കൊണ്ടക്കാരി പൊങ്ങി. രണ്ടകര. യെസ് കം ഇൻ. ഗുഡ് മോർണിംഗ് മാഡം. മോർണിംഗ്. ദാ നോക്കി കൊള്ളാല്ലേ. ഞാൻ ഈ ഹോട്ടൽ മുഴുവനും വരച്ചരാട്ടോ. കുട്ടി എന്തായി കാണിക്കണേ? എന്റെ കാശ് കൊടുത്ത് ഞാൻ മേടിച്ച ലിപ്സ്റ്റിക് കൊണ്ടല്ലേ വരച്ചേ. നിനക്ക് എന്താ ചെയ്ത? പോടാ. ഞാൻ ഈ ഭിത്തി മുഴുവനും വരയ്ക്കും. നീ എന്താ ചെയ്യാ? ഓഹോ, വട്ടാണല്ലേ? വട്ട് നിന്റെ അപ്പന്. പോടാ. ഇതേതോ കൂടിയനാന്നാ തോന്നുന്നേ. ചായക്ക് മധുരമില്ല ഉപ്പുമില്ല. ഇപ്പൊ ശരിയാക്കി തരാം. ഏത് പ്രാന്തനാ ഇങ്ങനെ നീട്ടി ബെല്ലടിക്കുന്നേ? ഭ്രാന്തനല്ല, ഭ്രാന്തി. മുഴു ഭ്രാന്തി. ഞാൻ ഊഹിച്ച പോലെ തന്നെ അവള് വട്ട് അഭിനയിച്ചു തുടങ്ങി. ഈ ചൂട് ചായ ഞാൻ അവന്റെ മുഖത്തൊഴിക്കും. ഗുഡ് മോർണിംഗ്. മധുരമില്ലാത്ത ചായ നിന്റെ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കടാ. ഓവർ മധുരമുള്ള നല്ല തിളച്ച ചായ. പോയി നോക്കി നിൽക്കാതെ വേറെ ചായ കൊണ്ടുവാ. ഞാൻ റൂം പോയി അല്ല, ഞാൻ ഫോട്ടോഗ്രാഫർ. മിസ്റ്റർ ഫോട്ടോഗ്രാഫർ ഇന്ത്യ. ഹായ് ഫോട്ടോഗ്രാഫർ, എന്റെ ഒരു ഫോട്ടോ എടുത്തരോ? ഞാൻ ക്യാമറ കൊണ്ടുവന്നിട്ടില്ല. ക്യാമറ ഇല്ലാതെ ഫോട്ടോ എടുത്താ മതി. ക്യാമറ ഇല്ലാതെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല. ക്യാമറ ഇല്ലാതെ ഫോട്ടോ എടുക്കാനാ പറഞ്ഞേ. ഇനി ഇങ്ങനെ ചിത്രകാരിയാ? അതെ. മാറിക്ക് നിക്കട്ടെ. ടടിങ്. ടടിങ്. ടൻ ടൻ ടടിങ്. അയ്യോ, ഫിലിം തീർന്നു. ഇനി എടുത്ത ഫോട്ടോ ഒക്കെ കാണിക്ക്. ഫോട്ടോ ഞാൻ വാഷ് ചെയ്തിട്ട് കാണിച്ചു തരാം. എന്നോട് വാ. ഞാൻ വരൂല. എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയവര് വരട്ടെ. അയ്യോ മോളെ, അവര് കള്ളന്മാരാ. പിന്നെ അവര് മോടെ കണ്ണൂത്തി പൊട്ടിക്കും, കൊയ് ഇങ്ങനെ പിരിച്ചു ഓടിക്കും, കടിക്കും, കോഴി വെച്ചെടുക്കും ഞാൻ. പിന്നെ ഞാൻ ഇടിച്ച്. വേണ്ട, ഇതും കൂടെ ആവുമ്പോ അവര് ചത്തു. അയ്യോ ചത്തുവോ? എന്നാ വേണ്ട. ആ കള്ളന്മാരെ വരണ നമുക്ക് മുങ്ങാം. വളരെ സന്തോഷം. കുട്ടിയെ ഞാൻ പൊന്നുമോഹൻ സംരക്ഷിച്ചോളാം. എന്തേ? എന്താ പേര്? നിശ്ചൽ. അല്ല, മരക്കഴുത. മരക്കഴുതെങ്കിൽ മരക്കഴുത. അല്ല, കോവർ കഴുത. കോവർ കഴുത മതി. കോവർ കഴുതെങ്കിൽ കോവർ കഴുത. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വേമ്പറ കോവർ കഴുതയ്ക്ക് കഴുതയ്ക്ക് എന്നെ ഇഷ്ടാണോ? എന്നുവെച്ചാ എന്നെ കല്യാണം കഴിക്കോ? എന്താ ചോദിച്ചാ? എന്നെ കല്യാണം കഴിക്കോന്ന്? 100 വട്ടം. വേണ്ട, ഒരു വട്ടം മതി. ഒരു വട്ടമെങ്കിൽ ഒരു വട്ടം. എടാ ജോജി, നിന്നെ പോലെ എനിക്ക് രാജയോഗം വന്നടാ. എന്തോ ഒരു ചായ ചോദിച്ചിട്ട് നേരെ എത്രയായി? ദേ വരുന്നു. ഇയാളെ എന്താ ചെയ്യണ്ടേ? 1 മണിക്കൂറിൽ 4ാമത്തെ ചായ അത്. ഇയാൾക്ക് ചായയിൽ ആരെങ്കിലും കൈവശം കൊടുത്തിട്ടുണ്ടോ? കിട്ടുണ്ണി, എന്തോ പത്രം എവിടാ? ഒന്ന് എടുത്തതാടോ. ഇയാൾക്ക് എന്തിനാ ഇപ്പൊ പത്രം? ചായയിൽ മുക്കി കഴിക്കാനാ? എന്തോ എന്റെ ഗുളിക എന്തിയെ? ഓ, ചാവാനുള്ളൊരു ഗുളിക കിട്ടിയിട്ടുണ്ടെങ്കിൽ അതും കഴിച്ച് എനിക്ക് അങ്ങോട്ടൊന്ന് ചാവായിരുന്നു. കിട്ടുന്നേട്ടാ, എന്തേ ഒന്നിങ്ങ് വന്നേ. കുട്ടിപ്പ എവിടെയാ? ഞാൻ ബാത്റൂമിലാ. ഈ കുട്ടിപ്പ എന്തിനാ എന്നെ ബാത്റൂമിലേക്ക് വിളിക്കണേ? എന്റെ ഈശ്വര, ഞാൻ എന്താ വരുന്നു. ഞാൻ ദേ ഇവിടെ എത്തി. കുട്ടിക്കിപ്പ എന്താ വേണ്ടേ? ഇവിടെ സോപ്പില്ല. ആ, സോപ്പ് ഇപ്പൊ കൊണ്ടുവരാം. ഇനിയിപ്പൊ കുളിപ്പിച്ചു തരാൻ പറയോ? എന്താ ചെയ്യാ? കേണന്റെ അല്ലേ മോള്. കിട്ടുണ്ണി, തന്നോട് ഞാനൊരു ചായയും പത്രവും ചോദിച്ചിട്ട് താൻ ഇവിടെ ഓടിക്കളിക്കുക. ഓടി കളിച്ച് നടക്കാൻ ഇതെന്താ ഗ്രൗണ്ടാ? എന്താ സാർ ഇപ്പൊ ചോദിച്ചേ? ഒലക്ക. ഞാനിപ്പോ എടുത്തോണ്ട് വരാം. നിക്കണോ അവിടെ? താൻ എവിടെ പോവാ? ഓലക്ക് എടുത്തോണ്ട് വരാൻ. തന്റെ മോന്നയുടെ ചന്തം കാണാനല്ല ഞാൻ തന്നെ ഇവിടെ ജോലിക്ക് വെച്ചത്.
എടോ പാകിസ്ഥാൻ പട്ടാളത്തെ ഞാൻ ഒറ്റയ്ക്ക് എന്റെ തോക്കിന്റെ മുനയിൽ നിർത്തിയതാ അറിയോ? കുറെ നാളായില്ലേ പാകിസ്ഥാൻ പട്ടാളക്കാരെ തോക്കിന്റെ മോനയിൽ നിർത്താൻ തുടങ്ങിയിട്ട്. അവർക്ക് ബോറടിക്കില്ലേ? അവരെ കുറച്ചു താഴ്ത്തിക്ക് ഇറക്കി വെക്കി. സാറിന് ഇപ്പൊ എന്താ വേണ്ടേ? എടോ എവിടെടോ ചായ? ചായ എടുത്തിട്ട് വരുമ്പോഴല്ലേ പത്രം എടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് പത്രം എന്തിയെ? പത്രം എടുത്തിട്ട് വരുമ്പോഴല്ലേ ചാവാൻ കിടക്കണ കൊച്ചമ്മ മരുന്ന് എടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് കൊടുത്തോ? കൊടുത്തില്ല. അപ്പോഴല്ലേ സാറിന്റെ മോള് ബാത്റൂമിൽ നിന്ന് സോപ്പ് എടുത്തോണ്ടിരാൻ പറഞ്ഞത്. സോപ്പ് കൊടുത്തോ? ഇല്ല. അപ്പോഴല്ലേ സാറ് ഓലക്കെടുത്തോണ്ടിരാൻ പറഞ്ഞത്. ഓ അപ്പൊ താൻ ഇതേവരെ ഒന്നും ചെയ്തില്ല അല്ലേ? തനിക്ക് എന്താണോ ഇവിടെ പണി? ഏയ് ഒരു പണിയില്ല. വെറുതെ ഇങ്ങനെ കറങ്ങി നടക്ക. എന്താ പോരണ? ദോ, നോക്കി നിൽക്കാതെ പോയി താൻ എന്റെ കാറ് കഴുകടോ. എന്താ പറഞ്ഞേ? കാറ്. ആ അതും കൂടിയേ പറയാത്തുള്ളേ. ബാക്കിയൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതാ ചോദിച്ചത്.